ഇവൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ സ്പോർട്സിലേക്ക് ഇടുമ്പോഴാണ് അവിടെ റെഡ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒറ്റപ്പെട്ടൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇവൻ്റെ പുതിയൊരു ഇവൻ്റെ പറയാൻ വിട്ടുപോയൊരു കേസുണ്ട്. ഇവൻ്റെ ഈ ഒരു റിവേഴ്സ് ക്യാമറ ഉണ്ടല്ലോ, ബാക്കിൽ ഡോറുണ്ട്. അത് ഇവൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയും. നമ്മളെയാണല്ലോ മച്ചമ്പി. അറക്കട്ടും കുത്തിയതല്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഒരു ഇന്ത്യൻ കൺസ്യൂമറെ സംബന്ധിച്ചിട്ട് ഈ കാണുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ മെയിൻലി രണ്ട് ഓപ്ഷൻസാണ് ഏറ്റവും ബേസ് ആയിട്ട് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ടാറ്റയുടെ ടിയാഗോ ഇവിയും, രണ്ടെന്ന് പറയുന്നത് നമ്മുടെ MGയുടെ കോമറ്റുമാണ്. അപ്പോൾ ഈ ഒരു ടിയാഗോ ഇവിക്ക് 2025 വളരെ സൈലൻ്റായിട്ട് എന്നാൽ നല്ല അടിപൊളിയായിട്ട് കുറേ ചേഞ്ചസും ഒക്കെ വരുത്തി ഒരു അപ്ഡേറ്റഡ് വേരിയൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ടാറ്റ നമുക്ക് നിങ്ങളുടെ അടുത്ത് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് തോന്നുന്നൊരു 600 കിലോമീറ്റർ ഞാൻ ഓടിച്ചു. പുത്തൻ വണ്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ ഒരു നോർമൽ ഒരു ഹാച്ച് ബാക്ക് എടുക്കണോ EV എടുക്കണോ എന്നുള്ളൊരു കമ്പാരിസൺ നമുക്ക് പറഞ്ഞു തരാം. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ചേഞ്ചസ് എന്താണ്, ഇതിൻ്റെ ആക്സലറേഷൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് പെർഫോമൻസ്, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവന് മെയിൻലി കമ്പനി പുതിയ 3 കളറുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു പുതിയ കളറായിട്ടുള്ള ചില്ലൈം എന്ന് പറയുന്നൊരു കളറാണിത്. നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്, നല്ല റോഡ് പ്രസൻസ് ഒക്കെ ഉള്ളൊരു കളറാണ്. ഒരു കൂൾ ഗായ് ഫീൽ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇവൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനാണ്. ഫ്രണ്ടിലത്തെ 2 ഡിസൈനും ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ഹെഡ്ലൈറ്റ് ഡിസൈൻ ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബമ്പർ ഇവിടെ ഒരു ചേഞ്ച് കണ്ടോ, ആ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ ചേഞ്ച്. അതായത് ഒരു പിയാനോ ബ്ലാക്കും അവിടെ വേറൊരു മെറ്റാലിക് ഗ്രേ കളറും ഒക്കെ വന്നിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. താഴെയാണ് അവൻ്റെ റണ്ണിങ് DRLs കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 2ഉം ഇവിടെ ഒരു സർക്കിളിൻ്റെ കാറ്റ് കയറുന്ന പോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ബട്ട് എന്നാൽ പോലും ചെറിയ രീതിയിൽ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് രാത്രി ഗ്ലോ ചെയ്യുമല്ലോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഗ്ലോ ചെയ്യുമോ എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ പുതിയൊരു ഹെഡ്ലൈറ്റാണ്. സൂപ്പർബ് എന്ന് പറഞ്ഞാൽ സൂപ്പർ. എതിരെ വരുന്നതിൻ്റെ കണ്ണടിച്ച് പോകുന്ന രീതിയിലുള്ള LED ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പൊസിഷനിങ് ആണെങ്കിൽ നല്ല ഹൈലായിരിക്കുന്നതുകൊണ്ട് രാത്രി നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ EV ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു EV മേടിക്കണം എന്ന് തോന്നും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ EMI ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക, എത്രയാണ് EMI വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് വേണോ കോമറ്റ് വേണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. മിക്കവാറും ഒരെണ്ണം എടുക്കും. കാരണം നമുക്ക് ഭയങ്കര സുഖമാണ്. എസ്പെഷ്യലി ഇവൻ്റെ ടയറൊക്കെ അത്യാവശ്യം വലുതായതുകൊണ്ട് നല്ല സ്റ്റേബിൾ ആയി. ഞാൻ ഓടിക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നല്ല സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരു സെക്കൻഡ് കാറായിട്ട് എടുത്തിടാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഈ ഗിയർ ബോക്സിൽ ഇതാണ് ഇവൻ്റെ ഗിയർ സിസ്റ്റം വരുന്നത്. ഗിയർ ബോക്സ് നല്ല ഗിയർ നോബ് വരുന്നത്. അവിടെ നമ്മൾ ഡ്രൈവിലേക്ക് ഇട്ടു. ഡ്രൈവിലേക്ക് ഇടുമ്പോൾ തന്നെ വണ്ടി ചെറിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവന് ഹിൽ ഹോൾഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു. അത് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് മൈക്കറ് മൂലം നമ്മൾ വീണ്ടും റീഷൂട്ട് ചെയ്യുന്ന അപ്പോൾ ഹിൽ ഹോൾഡ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പുതിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ല, ഇതിൽ വന്നിരിക്കുന്ന ഒരു നല്ല ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു പുതിയ സ്റ്റിയറിംഗ് വീൽ ഉണ്ടല്ലോ. നല്ല നിങ്ങൾ തന്നെ നോക്കി, ഈ ഒരു കോക്പിറ്റിൻ്റെ അകത്ത് ഏകദേശം ഒരു പകുതി ഉള്ള രീതിയിൽ നല്ല സൈസിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. അത് നല്ല പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നല്ലൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നല്ലൊരു പ്രീമിയം കാറിൽ ഇരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് അത്യാവശ്യം നല്ല വലിയ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇവനെ നല്ല രീതിയിൽ നമുക്ക് സിംപ്ലി ലൈക്ക് ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ തിരിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ നല്ല രീതിയിൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ആക്സലേഷൻ ടെസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേയും അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ചേഞ്ചസും ഒക്കെ പറഞ്ഞുതരാം. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫാക്ടറാണ് ഇവൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് നല്ല യാത്രാസുഖമുള്ള വണ്ടിയാണ്. നമ്മൾ അത്യാവശ്യം നല്ല ലോങ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കിലോമീറ്റർ പോവുകയാണെങ്കിൽ പോലും നമ്മൾ ഒട്ടും മടുപ്പിക്കത്തില്ല. ഒരു ബേസ് ഹാച്ച് ബാക്കാണ് അല്ലെങ്കിൽ എൻട്രി ലെവൽ വെഹിക്കിളാണെന്നുള്ളൊരു തോട്ട് നമുക്ക് വരത്തില്ല. നല്ല ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ലോഗോ രാത്രിയിലൊക്കെ ഇലുമിനേറ്റ് ചെയ്യും. അപ്പോൾ അതും നല്ല രസമുള്ള ഒരു ഫാക്ടറാണ്. ആൻഡ് നമുക്ക് ഇനിയിപ്പോൾ കേരളത്തിലല്ലാത്തൊരു ഹൈവേയിലോട്ട് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആക്സലേഷൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് ഞാൻ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇതിൽ മെയിൻ ഒരു ചേഞ്ചാണ് ഈ ഒരു കൊടുത്തേക്കുന്ന വലിയൊരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. 10.25 ഇഞ്ചാണ് വരുന്നത്. ഇതിൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്, ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്, നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ഇവിടെ റീജൻ നമുക്ക് 3 മോഡലിടാം. അത് ഞാൻ നിങ്ങൾക്ക് ആക്സലേഷൻ സമയത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാർജർ അൺലോക്ക് ചെയ്യാനുള്ള ബട്ടനാണ്, ഡിക്കിയുടെ ബട്ടനാണ്. പിന്നെ AC അതൊരു ഈക്കോൺ വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം റേഞ്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്കണോമിക് ആയിട്ടുള്ള ഓപ്ഷനാണ് വരുന്നത്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞാൽ സ്പോർട്സ് മോഡുണ്ട്. 2 USB ചാർജർ വരുന്നുണ്ട്. 45 വാട്ടും വരുന്നുണ്ട്, ഒരു 12 വോൾട്ടിൻ്റെ നോർമൽ സോക്കറ്റും വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ നിങ്ങളെ മുമ്പ് കാണിക്കാൻ വിട്ടുപോയ കീ. ഇത് നമ്മുടെ നോർമൽ ആ ഒരു കീ തന്നെയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ബാക്ക് സീറ്റോടെ ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ ബാക്കിൽ ഡോറുണ്ട്. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയും. അറക്കട്ടും കുത്തിയതല്ല, നമ്മളെയാണല്ലോ മച്ചമ്പി. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ മാത്രമുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ബാക്കിൽ വരുമ്പോൾ അഡ്ജസ്റ്റബിൾ അല്ല. പക്ഷേ ഒരു ബ്ലാക്ക് ഇൻറ്റീരിയർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് തരുന്നുണ്ട്. മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം സോഫ്റ്റ് കുഷനി മെറ്റീരിയൽസാണ്. 3 പേർക്ക്
സുഖമായിട്ടിരിക്കാനുള്ളൊരു സ്പേസും വരുന്നുണ്ട്. പിന്നെ ഇവൻ്റെ ബൂട്ട് സ്പേസോടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഇവിടെയൊന്നും അല്ല വരുന്നത്, ദണ്ട് ഇവിടെയാണ് ഇവൻ്റെ ഓപ്പണിംഗ് വരുന്നത്, ഒരു ഫിംഗർ പ്രിൻറ്റ് പോലെ. ഇതാണ് ഇവൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ് ഇത്. നോർമലി വീട്ടിൽ നമ്മൾ കുത്തിയിടുന്ന 3.5 kWh അല്ലെങ്കിൽ 3.2 kWhൻ്റെ ചാർജർ വരുന്ന ബൂട്ട് സ്പേസ് എത്രയാണെന്നുള്ള അതിലിവിടെ എഴുതി കാണിക്കും. നമ്മളപ്പോൾ ആക്സലേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ കേരളത്തിലത്ര ഹൈവേയിലേക്ക് വന്നിട്ടുണ്ട്. സ്പോർട്സ് മോഡിലിട്ടു, AC ഓഫ് ചെയ്തു, ബാക്കിൽ വണ്ടി ഒന്നുമില്ല, റോഡിൽ കയറി ഫുൾ പെടാം. കണ്ടോ, നമ്മൾ സ്പോർട്സിലേക്ക് ഇടുമ്പോഴാണ് അവിടെ റെഡ് വരുന്നത്, അല്ലാത്തപ്പോൾ D ആണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല പവറിൽ അവൻ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് അവൻ്റെ ഒരു ആക്സലേഷൻ വരുന്നത്. അതായത് ലൈക്ക് 0 to 60 സോ ഗുഡ്. നല്ല ക്വിക്കായിട്ടുള്ള ടോർക്ക് ഇവന് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിംഗ് ആണെങ്കിലും തൻ്റെ ബാക്കിൽ വണ്ടിയൊന്നുമില്ല. ഞാൻ വളരെ സ്മൂത്തായിട്ടൊന്ന് ബ്രേക്ക് ചെയ്താൽ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി അവന് വരുന്നുണ്ട്. ഇനി നമുക്ക് സസ്പെൻഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ അത്യാവശ്യം ടഫായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവന് വലിയ ടയേഴ്സ് വരുന്നതുകൊണ്ട് വണ്ടി നമുക്ക് ഈ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇവൻ്റെ പറയാൻ വിട്ടുപോയൊരു കേസുണ്ട്. ഇവൻ്റെ ഈ ഒരു റിവേഴ്സ് ക്യാമറ ഉണ്ടല്ലോ, ഭയങ്കര ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു HD സ്ക്രീനിൽ നോക്കുന്ന പോലെ ഉണ്ട്. എന്ത് ക്വാളിറ്റിയാണ് നോക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടായിട്ട് പറയുകയാണെങ്കിൽ വണ്ടി ശരിക്കും കൊള്ളാം. നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 280 എബോവ് എന്താണെങ്കിലും റേഞ്ച് കിട്ടും. മലയെ കുടിച്ച് 300 എടുത്ത് കിട്ടും തോന്നും. നമ്മുടെ കോഡിനാണെങ്കിൽ ഒരു 250 എക്സ്പെക്ട് ചെയ്താൽ മതി. പക്ഷേ കൊള്ളാം. ഞാൻ ജെന്യൂനായിട്ട് പറഞ്ഞു, എനിക്കിത് വണ്ടി പറഞ്ഞ് എടുത്തിട്ടാൽ കൊള്ളാമെന്ന് മതിയായ ആഗ്രഹമുണ്ട്. ഞാൻ ടാറ്റയോട് ചോദിച്ചു കുറച്ചും കൂടെ തരുമെന്നുള്ളത്. അത് 4 ദിവസം കൊണ്ട് ഞാൻ 600 കിലോമീറ്റർ ഓടിച്ചു. നിങ്ങൾ തന്നെ ആലോചിക്കുക എത്രമാത്രം കിലോമീറ്റർ വെഹിക്കിൾ ഓടിക്കുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഇവൻ്റെ സ്റ്റെബിലിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റേബിളാണ്. അത് ഒന്നും പറയാനില്ല, അത് നല്ലതാണ്. ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് കുറച്ച് കുറവാണെന്നുള്ളതായിരുന്നു ടാറ്റയുടെ ഒരു പോരായ്മ. അത് ഇപ്പോൾ കമ്പനി എന്താണെങ്കിലും പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഗൈസ് ഡു ഗിവ് ഇറ്റ് ഔട്ട് എ ട്രൈ. എസ്പെഷ്യലി EVs ഒക്കെ നിങ്ങൾക്കൊരു വലിയൊരു കാറും ഉണ്ട്, ഒരു സെക്കൻഡ് കാർ ആയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ. ചെറിയ ഓട്ടങ്ങൾക്ക് ഇത് ഭയങ്കര ലാഭമാണ്. അത്യാവശ്യം ഓട്ടം കൂടെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബെനിഫിഷ്യലാക്കി എടുക്കാമെന്നുള്ളൂ. കാരണം വീട്ടിൽ കുത്തിയിടുക 1 രൂപയ്ക്ക് കിലോമീറ്റർ വരുന്നുള്ളൂ. IMI-നേക്കാളും നമുക്ക് ലാഭം ആക്കി എടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, Dr. Rai signing off. Thank you so much.